ഹലോ എവ്രി വൺ. സോ ഇന്നൊരു ഫ്രൈഡേ ഈവനിങ് ആണ്. സോ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടി അമ്മ വീട്ടിൽ വന്നു. ഇവിടെയാണെങ്കിൽ നമ്മൾ ന്യൂ ഇയറിനും ക്രിസ്മസിനൊക്കെ ഇട്ട് ലൈറ്റ്സ് ഒന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ സമയമില്ല. ഞാൻ വിചാരിച്ചു അടുത്ത ആഴ്ച മാറ്റാമെന്ന് ലൈറ്റ്സ് എല്ലാം. ഇവൻ നോക്കൂ, ഇവനാണ് നമ്മുടെ വാലില്ലാത്ത പൂച്ചയാട്ടോ. ബട്ട് ഹീസ് ക്യൂട്ട്. മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കിടക്കുവാട്ടവൻ. ഞാൻ ലൈറ്റ്സ് ഒക്കെ ആസ്വദിച്ച് അകത്തോട്ട് കയറിയപ്പോൾ ഇത് അമ്മ അടുക്കള ഉണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ ഇന്ന് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാനുള്ള പ്ലാനിലാട്ടോ. അപ്പോൾ നമ്മൾ അവിടെ വെളുത്തുള്ളി ഇരിപ്പുണ്ടായിരുന്നു. ഞാനിങ്ങനെ വെളുത്തുള്ളി ഇങ്ങനെ സ്മെല്ല് ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് വെളുത്തുള്ളിയുടെ സ്മെല്ല് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ പറയണം. ഞാൻ വന്നപ്പോൾ അപ്പൂപ്പ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പൂപ്പ അമ്പലത്തിൽ പോയേക്കുമായിരുന്നു, നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള അമ്പലത്തിൽ. എന്നിട്ട് അപ്പൂപ്പ വന്നിട്ട് എന്തോ ന്യൂസ് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കണമായിരുന്നു. ഞാനും അമ്മയുടെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കാൻ. സോ ഇതിൻ്റെ ഫുൾ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട്, കണ്ടു നോക്കണം. ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ ദാ 2 ചെമ്മീൻ എടുത്ത് കഴിച്ചു. ബിഹൈൻഡ് ദ സീനിൽ ശരിക്കും എന്താ നടന്നതെന്നുള്ളതാണ് ഇത്. അതായത് നമ്മൾ ചെമ്മീനച്ചാറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെമ്മീൻ വറുത്തെടുത്തല്ലോ. അത് കഴിയുമ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ചോറെടുത്തിട്ട് ഒരു പിടി ഇങ്ങനെ എൻ്റെ വായിൽ വെച്ച് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബിഹൈൻഡ് ദ സീൻസ് ഫുള്ള് ഫുഡ് കഴിക്കലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഫ്രൈഡേ ഈവനിങ് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഒന്നും കഴിക്കാണ്ട് നേരെയാണ് അമ്മ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ്. നോർമലി ഞാൻ പുറത്തു പോയ മസാല ദോശ അങ്ങനെ ഒന്നും കഴിക്കാറില്ല. പക്ഷേ എൻ്റെ അമ്മ വീട്ടിലെ ദോശ എൻ്റെ ഫേവറേറ്റാണ്. എൻ്റെ ദോശ ഇതായിട്ടുണ്ട്. ഇത് അമ്മയും ദോശ കഴിക്കുന്നുണ്ട്. അച്ചാറുണ്ടാക്കുന്നു, ദോശ കഴിക്കുന്നു, അച്ചാറുണ്ടാക്കുന്നു, ദോശ കഴിക്കുന്നു. സാധാരണ നമ്മൾ ദോശയുടെ ഒപ്പം ഒരു പൊടി ഉണ്ട് കേട്ടോ, ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് അത് ചാലിച്ച് കഴിക്കും. ഇന്ന് ഞാനാണെങ്കിൽ കുറച്ച് ചെമ്മീൻ ഫ്രൈയും എടുത്തു, പിന്നെ കുറച്ച് പഞ്ചസാര എടുത്തു. എന്നിട്ട് ഞാൻ ഇതായിട്ട് നേരെ ഹോളിൽ വന്നു. അപ്പോൾ അമ്മയാണെങ്കിൽ ഈവനിങ് ഒരു ഷേക്ക് ഒക്കെ കുടിച്ചിരിക്കുന്ന കാരണം വിശപ്പുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തന്നെയാണ് അത് കഴിച്ചത്. പിന്നെ നമ്മുടെ അച്ചാറതേ ഫൈനൽ സ്റ്റെപ്പിലോട്ടൊക്കെ ആയിട്ടുണ്ട്. ഇത് ഒന്നും കൂടി ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ഇനി അച്ചാറിൻ്റെ സ്മെല്ലൊക്കെ നല്ലതായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ടേസ്റ്റ് ചെയ്താൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തത് വായിലോട്ട് വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓണസ്റ്റ്ലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിവേസ് അങ്ങനെ അച്ചാർ ഉണ്ടാക്കുന്ന ഒരു നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അച്ചാർ ഒരു പാത്രത്തിലോട്ട് മാറ്റി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഷോയ്ക്കൊരു മുളകും വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനും അമ്മയും കൂടി ഒന്ന് ഫോറം മോളിൽ പോകാമെന്ന് വിചാരിച്ചു. അത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഫോറം മോൾ. അമ്മൂമ്മയൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനും അമ്മയും അങ്ങനെ സ്കൂട്ടറിന് ഫോറം മോളിൽ എപ്പോഴും നല്ല തിരക്കുണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂട്ടറിനാണ് പോയപ്പോൾ സ്കൂട്ടർ ഇവിടെ വെച്ചു. ഇത് അമ്മയും ഉണ്ട്. ഫോറം മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തൊട്ടടുത്തൊരു സ്ഥലത്ത് പോകണ പോലെ. കാര്യം അമ്മ വീടിൻ്റെ അവിടെ നിന്ന് ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് ദൂരമുള്ളൂ. മാത്രമല്ല ഞങ്ങൾ എപ്പോഴും വന്ന് ഇത് ഏതാണ്ട് നമ്മുടെ ഒരു തറവാട് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണത്. ചേച്ചി ഉള്ളപ്പോൾ ചേച്ചിയായിട്ട് എപ്പോഴും വരും. പിന്നെ അമ്മയുടെ ബ്രദറിൻ്റെ കുട്ടിയൊക്കെ വന്നപ്പോൾ ഫുൾ ടൈം ഇവിടെ മോളിൽ ഫൺ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗെയിംസ് കളിക്കലായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നേ. പിന്നെ താഴത്ത് തന്നെയായിട്ട് ഈ ലുലുവിൻ്റെ ഒരു എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഇന്ന് ആക്ച്വലി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അമ്മൂമ്മ പറയണ്ടായിരുന്നു അമ്മമ്മക്ക് ഒരു കുഞ്ഞു കുക്കർ വേണമെന്ന്. അപ്പോഴാണ് ഇവിടെ കുക്കറിൻ്റെ ഓഫേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മ നോക്കിയപ്പോഴത്തേക്കും അമ്മക്ക് ഒരു കുക്കർ ഇഷ്ടപ്പെട്ടു. നോൾട്ടയുടെ ആയിരുന്നു. അപ്പോൾ ആ ഒരു കുക്കർ ഇതായിരുന്നു കേട്ടോ. ഇതിൽ 2 എണ്ണം നമുക്ക് കിട്ടും. 2105 റുപ്പീസ്, ശരിക്കും 5000 റുപ്പീസിനാണ്. സോ നമ്മൾ ഇതങ്ങടേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറേ ടെഡീസ് ആൻഡ് ബാഗ്സ് ഒക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ വെറുതെ നോക്കി, വാങ്ങിക്കാനൊന്നും അല്ല. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ലോണ്ട്രി ഡ്രസ്സസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ബക്കറ്റ്. സോ അതും വാങ്ങിച്ചു. അപ്പോൾ ഈ കുക്കറിൻ്റെ ഇതും പിന്നെ ഒരു ബക്കറ്റുമാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് പണ്ട് തൊട്ടേ ഈ ബാഗ്സ് ഭയങ്കര ഒരു ക്രേസാണ്, ബാക്ക് പാക്ക്. അപ്പോൾ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ സ്കൂളിൽ വാങ്ങിച്ച ബാഗും കോളേജിൽ വാങ്ങിച്ച ബാഗൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ, നന്നായിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ എനിക്ക് ലാപ്ടോപ്പ് ബാഗ് ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാൻ നോക്കിയതാണ്. പിന്നെ ഞാൻ വാങ്ങിയില്ല, നെക്സ്റ്റ് ടൈം വാങ്ങിക്കാമെന്ന് ഓർത്തു. ബിക്കോസ് ഇപ്പോൾ ഓൾറെഡി ഉണ്ടല്ലോ.
അതിനുശേഷം നമുക്ക് ഇതൊക്കെ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. സോ താഴത്ത് നമുക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെയായിട്ട് ഇത് വെക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞാനും അമ്മയും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ബാഗ്സ് അവിടെ വെച്ചിട്ട് ഹൈപ്പർ മാർട്ടിലോട്ട് വന്നു. ഹൈപ്പർ മാർട്ടിൽ വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് ഏത് ഹൈപ്പർ മാർട്ടാണെന്നുണ്ടെങ്കിലും. പിന്നെ അതിന് ശേഷമാണെങ്കിൽ ഒരു ചവിട്ടി വാങ്ങിക്കണമായിരുന്നു. സോ അത് വാങ്ങിച്ചു. എന്നിട്ട് നേരെ ഇതാ പോയിട്ടുള്ളത് ഫുഡിൻ്റെ സ്പോട്ടിലോട്ടാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഞങ്ങളൊരു ഹൈദരാബാദി ബിരിയാണി വാങ്ങിച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇതെല്ലാമായിട്ട് നമ്മൾ സ്കൂട്ടറിൽ വെച്ചുകൊണ്ട് വീട്ടിലോട്ട് പോയി. വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ബിരിയാണി കഴിച്ചത്.